വീട്ടുകാർ സംഗതി അറിഞ്ഞ് ഞാൻ നീറ്റിൻ്റെ പറ്റിയുള്ള എല്ലാ സംഗതികളും ഡിസ്കണക്ട് ചെയ്താണ്ട് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ അതിൽ പാനിക്കായി പിന്നെ എന്തോ ഒന്നും മൈൻഡ് ഔട്ട് ആയിക്കണം. ആ ഒരു ദിവസം 2 ദിവസം മര്യാദക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഒരു സിറ്റുവേഷനിൽ ബയോളജി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തു. സംഭവം സിമ്പിളായിരുന്നു. സ്കോറ് ഇതിനെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിലും റാങ്കിൻ്റെ ഇതിൽ കൂടുന്നുള്ളതിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിയാസർ ഇടയ്ക്കിടയ്ക്ക് വരും കൗൺസിലിങ്ങിനൊക്കെ. മൂപ്പര് ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ ടൈം ബോക്സ്. അതൊരു ഇള്ള സാധനമായിരുന്നു. +2 വരെ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. അല്ല ചോദിക്കാം, ശരിക്കും ആ 1 month എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ? അതായത് എനിക്ക് ഡേറ്റ് സാധനങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഞാനോ ഇങ്ങനെ ഓഫീസിൽ നിൽക്കും ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴാണ് കോള് തരുന്നത്, ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്. ശരിക്കും ആ ഒരു മൊമെന്റ് എങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുക? ആ ഒരു മൊമെന്റ് പറഞ്ഞാല് വീട്ടുകാർ സംഗതി അറിഞ്ഞ് ഞാൻ നീറ്റിന്റെ പറ്റിയുള്ള എല്ലാ സംഗതികളും ഡിസ്കണക്ട് ചെയ്താണ്ട് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ വീട്ടുകാരെ പറയുമ്പോൾ ഞാൻ തമാശയാണ് എന്നുള്ള രീതിയിൽ ഇരുത്താണ്. അതൊന്നും ഉണ്ടാവില്ല, ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. പിന്നെ വരുമ്പോൾ നിങ്ങളെ ലൈവ് തുടങ്ങി, അതിൽ പാനിക്കായി പിന്നെ എന്തോ ഒന്നും മൈൻഡ് ഔട്ട് ആയിക്കണം. ആ ഒരു ദിവസം 2 ദിവസം മര്യാദക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഒരു സിറ്റുവേഷനിൽ പിന്നെ നിങ്ങൾ വിളിച്ച് ഈ മൈക്രോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ശേഷം മൈക്രോ ബാച്ചിലേക്ക് നീങ്ങി. പിന്നെ നിങ്ങളായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസും സംഗതിയും തന്നുകൊണ്ട് കുറച്ചൊക്കെ റിക്കവർ ചെയ്ത് വന്നു. ഇല്ല, ഈ പഠിക്കാന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും എത്രത്തോളം എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നോ? ഈ ഒരു 1 month സത്യം പറഞ്ഞാൽ അങ്ങനെ പറ്റിയിട്ടില്ല. നമ്മളൊരു ഇഷ്ടപ്പെട്ട് പഠിക്കാന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് പ്രിപ്പറേഷൻ ഓൾറൗണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എനിക്ക് വല്ലാണ്ട് ബോറിംഗും തോന്നിയിട്ടില്ല. ഈ ഒരു റിപ്പീറ്റിംഗ് ലൈഫ് പറയുമ്പോൾ സ്ട്രെസ്ഫുൾ ആണ്, പക്ഷെ എന്നാലും ആ ഒരു എന്റർടൈൻമെന്റിൽ ഇങ്ങനെ പോയിരുന്നു. പക്ഷെ ഈ ഒരു 1 month ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്നത് മാത്രം ചെയ്തു പോകുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു. എക്സാം റെഗുലറായിട്ട് ചെയ്യും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഫിസിക്കലി വർക്ക് നമ്മൾ എന്തായാലും ചെയ്യും. കാരണം നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് മെന്റലി അത് റീചെക്ക് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു ഡിസിഷൻ എടുത്താണ് പൊതുവെ അങ്ങനെ ചെയ്യല്. നമുക്ക് അതിനോടൊന്നും കൂടി മോഡിഫൈ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്ത് ചെയ്യലാണ്. പക്ഷെ അതിനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ആലോചിച്ചിട്ടേ ഇല്ല. നമുക്ക് നിയാസർ ഇടയ്ക്കിടയ്ക്ക് വരും കൗൺസിലിങ്ങിനൊക്കെ. മൂപ്പര് ഓരോ ടിപ്സും ട്രിക്സും ഒക്കെ ടൈം ബോക്സ്. അതൊരു കിള്ള സാധനമായിരുന്നു. ആ ഒരു സംഗതി വെച്ചാണ് നമ്മൾ ചെയ്തു. ഏകദേശം 3 റൗണ്ട് ഓൾ സിലബസ് നമ്മൾ ക്ലിയർ കട്ടായിട്ട് കവർ ചെയ്തു. അതായത് നോർമലി കവർ ചെയ്ത സാധനം ആ ഒരു ടൈം ബോക്സിങ് വെച്ചാണ് ആ ഒരു കവർ ചെയ്തു. അതിന്റെ ബെനിഫിറ്റ് നല്ലോണം ഉണ്ട്. ഈ പല മിസ്സായ ടോപ്പിക്സും സംഗതികളൊക്കെ ആയിട്ട് കണക്ട് ആവാനൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ മെന്റലി അത് പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഫിസിക്കലി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ടൈം വരെ എത്തുന്നവരെ ഷെഡ്യൂൾ ചെയ്ത് അവർ എക്സിക്യൂട്ട് ചെയ്യുക, അത് തന്നെ ഉള്ളൂ. പിന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. പിന്നെ ഉമ്മാക്കും മുമ്പിലേക്കൊക്കെ ആയിട്ട് വിളിച്ച് സപ്പോർട്ട് ഇതിലാണ് ഞങ്ങൾ അങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞു പോയത്. അതായിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, മെന്റലി സപ്പോർട്ട് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ഒരെപ്പോഴും കൊടുത്താനുണ്ടായിരുന്നു. വാർഡൻസും അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ടീമായിട്ടാണ് പോയത്. ഇത് പേഴ്സണൽ വർക്ക് എന്ന് പറഞ്ഞാൽ പറ്റേ ചെയ്യൂല. ഈ ഒരു മാസം ഈ ഒരു ടീം എന്ന് തന്നെ പറയാം. ഫാമിലി, കോർഡിനേറ്റേഴ്സ്, ടോപ്പിന്റെ ടീം ഒക്കെ പറയാം. ഒരുമിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവൂല. സത്യം പറഞ്ഞാല് നമ്മളിപ്പോ നിങ്ങളാ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ എനിക്കൊരു ചോയ്സ് തരാണ്, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലേക്ക് വരുന്ന ആ ഒരു ചോയ്സ് തരാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും വേറെ എന്തെങ്കിലും പരിപാടിക്ക് തന്നെ പോകേണ്ടി വരും. നിങ്ങൾ ഇത് വരണം, ഈ 2 ദിവസം കൊണ്ട് വരണം എന്ന് പറഞ്ഞു. പഠിച്ചില്ലെന്നുണ്ടെങ്കിലും ആ ഒരു ഫിസിക്കലി നമ്മളവിടെ പ്രസന്റ് ആകണം എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ട് ഞങ്ങൾ അവിടെ വന്നു, ഇരുന്നു. ഫസ്റ്റ് ഭയങ്കര ക്യാച്ചപ്പ് ചെയ്യാന് പഠിച്ചു തുടങ്ങാന്നുള്ളത് പറഞ്ഞത് ഭയങ്കര ഇടങ്ങാറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സ്ലോ പേസിൽ തന്നെ ഇങ്ങനെ തുടങ്ങി പിന്നെ ആ ഒരു ഫിസിക്കലി ഒരു മെയ് 2-ാം തീയതി എന്ന് പറയുന്ന ദിവസം, അതായത് നമ്മള് മെയ് 3-ാം തീയതിന്റെ തലേ ദിവസവും ഈ ജൂൺ 20-ാം തീയതി എന്ന് പറയുന്ന ദിവസം, 21-ാം തീയതിന്റെ തലേ ദിവസം എന്തായിരുന്നു അതിന്റെ ഡിഫറൻസ്? എന്തായിരുന്നു? എങ്ങനെയാ? മെയ് 2-ാം തീയതി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജൂൺ 20-ാം തീയതി നമുക്കൊരു നിർവികാരം ഒന്നുമില്ല, നമ്പേ കാര്യമായിട്ട് ഒന്നും ആലോചിക്കാനും നിൽക്കുന്നില്ല. എക്സാം ചെയ്ത് പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റിലെത്തി നമ്മള്. പക്ഷെ മെയ് 2-ല് കുറച്ചൊക്കെ എക്സ്പെക്ടേഷനും ഒരു ഹാപ്പിനെസ്സും ഇതൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും സ്ട്രെസ്സും സംഗതികളൊക്കെ ആയിട്ട്
ഒരു ഇമോഷണലി ഒരു ആക്റ്റീവ് ആയിരുന്നു, കുറച്ച് ഇമോഷണൽ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആയപ്പോ 20ാം തീയതി ആയപ്പോ ഒന്നും തോന്നുന്നില്ല, നമ്പ് മരവിച്ച് എന്നുള്ളത്. എക്സാം ഹാളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തി കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പൊതുവിൽ പറയുന്നത് 2021 ഭയങ്കര 2026 എക്സാം ഭയങ്കര ടഫാണ് എന്നൊക്കെ പറയുന്നുണ്ട് പൊതുവിലൊക്കെ. എന്തായിരുന്നു എക്സാം ഹാളിൽ നിന്നുള്ള ഫീലിംഗ് കാര്യങ്ങൾ? കൈക്കല് പേപ്പർ കിട്ടിയപ്പോൾ ബയോളജി എന്ന ഫസ്റ്റ് എൻ്റെ ഒരു മെത്തേഡ് പറയുമ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ബയോളജി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തു. സംഭവം സിമ്പിളായിരുന്നു, സില്ലി മിസ്റ്റേക്ക് ഒന്നും കേട്ടോ 2 പിന്നെ അതിന് ശേഷം കെമിസ്ട്രി ഫസ്റ്റ് റൗണ്ട് പോയി, അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അസസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു ധാരണ കിട്ടി. പിന്നെ ഫിസിക്സ് അറ്റൻഡ് ചെയ്തു. ഫിസിക്സ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴും അല്ലാണ്ടൊന്നും വന്നിട്ടില്ല, അപ്പോൾ കുറച്ച് പാനിക്കായി, പക്ഷെ എന്നാലും മാനേജബിൾ ആയിരുന്നു. പിന്നെ മൾട്ടിപ്പിൾ റൗണ്ട് ഒരു റിവിഷൻ സ്റ്റൈൽ ഉണ്ടാവും, നമ്മൾ 8th സ്റ്റൈൽ ഉണ്ടല്ലോ, അത് പോയപ്പോൾ കുറേയൊക്കെ പിന്നെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു, കുറേയൊക്കെ നമുക്ക് പകുതി വെച്ച് നിന്ന സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് ഞങ്ങൾ അളക്കാൻ പോയിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണി വരും, അവിടെ നിന്ന് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത. കാരണം പാനിക് അറ്റാക്ക് വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. കഴിഞ്ഞ 2025 നീറ്റിൽ എനിക്കത് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഒരു നമ്മൾ ബോഡി ഫുള്ള് ഷിവർ ചെയ്താണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് ഒന്നും ചിന്തിക്കാനും പറ്റുന്ന ബ്ലാക്ക് ഔട്ട്, വിറച്ചു പോയിട്ടില്ല. ബ്ലാക്ക് ഔട്ട് തന്നെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് വരാതിരിക്കാനും നമ്മൾ ജഡ്ജിങ് ഒഴിവാക്കി. അപ്പൊ ഒരു സംഭവം ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നിട്ടും പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇപ്പം മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വരുന്നത്. എന്നിട്ട് ഇപ്പോൾ ആക്ച്വലി ഈ May 3 നടന്ന എക്സാമിൽ അന്നത്തെ സ്കോറും ഇപ്പോഴത്തെ സ്കോറും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? അതിന്റെ ഒരു ഫീലിംഗ് എന്താ? സ്കോറ് ഇതിനെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിലും റാങ്കിന്റെ ഇതില് കൂടുന്നുള്ളതിലാണ് അന്നത്തെ സ്കോർ വന്നിട്ടുണ്ടായിരുന്നു 651. അന്ന് 650 ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, ഇപ്പൊ 651. ഇപ്പൊ എത്ര? 606 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഏത് പോയിന്റിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത നീറ്റ് എന്നൊക്കെ പറയുന്നത്? +2 വരെ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗിന് പോയാൽ മതി എന്നുള്ളത്. എഞ്ചിനീയറിംഗിന് പോയാൽ മതി. അതിനായിട്ടുള്ള കുറച്ച് +1 തുടങ്ങുന്ന ടൈമിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിച്ചത് കാര്യങ്ങളൊക്കെ? എന്തുകൊണ്ട്? ചേളാരി സാധാ ഗവൺമെന്റ് സ്കൂളായിരുന്നു. ചേളാരി ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. പിന്നെ ഒരു +2 ആ ടൈമിലാകുമ്പോഴത്തേന് +1 ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു ട്യൂഷൻ സെന്റർ ജോയിൻ ചെയ്തു. ആ ഒരു ടീച്ചറിന്റെ ഒരു ഗൈഡൻസ് ആണ് ഏകദേശം സജി സാർ കിള്ളൻ സാറാണ്. ഫിസിക്സ് ഒരു ടൈമിൽ മൂപ്പര് എന്നെ ഒരു പ്രത്യേകിച്ച് മൂപ്പര് കെയർ ഉണ്ടായിരുന്നു. ഒരു മകനെ പോലെ തന്നെ മൂപ്പര് കൈൻഡ് ഓഫ് നോക്കിയിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മളോട് എപ്പോഴും പറയും, അഡ്വൈസ് ചെയ്യും, പഠിച്ചോ ജസൂറെ പഠിച്ചോ, എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത് വെറുതെ വേസ്റ്റ് ചെയ്യാം. +2 നമുക്ക് ഇതിന്റെ ഡെപ്ത് മനസ്സിലായിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാല് വെറുതെ കളിച്ച് നടക്കുക. ജസ്റ്റ് നമ്മൾ ഒരു എക്സാം, അത് ബോർഡ് എക്സാമിന്റെ മുന്നേ ഒരു 2 ലൈവ് ക്ലാസ്സും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് കയറി. അത് നമ്മളെ ടൈമിൽ അത് ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. റിപ്പീറ്റിംഗ് ലൈഫ് വന്നപ്പോഴാണ് ഒന്നും അല്ലാന്ന് മനസ്സിലായത്. ഹാർഡ് വർക്ക് എന്താണ്? അല്ല, അപ്പൊ ആ സമയത്ത് എഞ്ചിനീയറിംഗ് വിചാരിച്ചിരുന്ന ജസൂർ എപ്പോഴാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് 2024 JEE ഞാൻ അറ്റൻഡ് ചെയ്തു, നീറ്റും ഞാൻ അറ്റൻഡ് ചെയ്തു. JEE ഞാൻ ചെറുതായിട്ടൊന്ന് അസസ് ചെയ്തു അതിന്റെ ലെവൽ എങ്ങനെയാണ്. അത് കുറച്ചൊക്കെ പഠിച്ചിരുന്നേ, പക്ഷെ ഭയങ്കര ഡൗൺ ചെയ്യുന്നത്, മാർക്ക് ഭയങ്കര ഡൗൺ ചെയ്യുന്നത്. 70% ഞാൻ +2 കൂടെ ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ ഒന്നുമില്ല, എന്നാലും ഒരു കുറച്ച് കിട്ടുന്നതാണല്ലോ നമ്മൾ +2 കൂടെ എഴുതുമ്പോൾ. അപ്പോൾ 70% കിട്ടിയപ്പോൾ എനിക്ക് ഡൗൺ ആയി. പിന്നെ ഉള്ളത് നീറ്റാണ്. നീറ്റിന് ഒരു മന്ത് പ്രിപ്പറേഷൻ ടൈം തന്നാണ്. സാധാരണ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ക്രാഷ് കോഴ്സിന് പോയി ഒന്നും പഠിച്ച് ഉഷാറായി ചെയ്തലാണ്. ഞാൻ ആ ടൈമിൽ നല്ലോണം ഹാപ്പി. അതില് ഒന്നും പഠിക്കാതെ തന്നെ 350 മാർക്കറ്റ് കയറി. 350 പറയുമ്പോൾ ഒന്നും പഠിക്കാതെ കയറുമ്പോൾ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഇത് ചൂസ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലെത്തി. പിന്നെ പേരൻസിനോട് ചോദിക്കുമ്പോൾ ഓൽക്കും കുഴപ്പമില്ല, ഓല ഏതൊരു ഇഷ്ടമുള്ള സ്ട്രീം ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ നീറ്റ് ചൂസ് ചെയ്താണ് സത്യം പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് അങ്ങനെ ഒരു ഇൻറ്റു ആയിട്ട് എടുത്ത സാധനമല്ല. പിന്നെ എപ്പോഴാണ് സാധാരണ ഇതിൽ നമ്മൾ പറയുന്നത് ഭയങ്കര ഇൻറ്റു ആയിട്ട് വരുന്ന ആൾക്കാരടക്കം സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അങ്ങനത്തെ ഒരു മേ ബി അങ്ങനെ ഒരു ചോയ്സിൽ എടുത്ത് വന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഇത് തന്നെ ക്രാക്ക് ചെയ്യണം, ഇത് തന്നെ വേണം എന്നൊക്കെ ഉള്ള ഫീൽ എപ്പോഴും? അത് ഫസ്റ്റ് റിപ്പീറ്റിൽ ഇതേമാതിരിക്ക് ഒരു 2nd മന്ത് ലാസ്റ്റൊക്കെ ആയിട്ട് ബോധോദയം വന്ന
അലമ്പായിരുന്നു ഫസ്റ്റത്തെ ഒരു മാസം. അത് കഴിഞ്ഞ് കുറച്ച് ബോധോദയം വന്ന് ലൈക്ക് ഈ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ, അപ്പൊ അതിനെന്തായാലും വെറുത്ത് വേണമെന്നുള്ള രീതിയിൽ പണിയെടുക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷെ റിസൾട്ട് ഇല്ലായിരുന്നു. പക്ഷെ കീപ്പ് ചെയ്ത് പോയി. അല്ല, അവസാനത്തേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മാർക്കൊക്കെ വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ 2025 നീറ്റ് ചതിച്ചു. ആ ഒരു രീതിയിൽ കിട്ടിയില്ല. 2024 പ്രതീക്ഷ പോയ നമുക്ക് കിട്ടിയത് 2025. അപ്പോൾ അതില് കുഴപ്പമില്ലാത്ത മാർക്ക് എന്നാലും സ്കോർ ചെയ്തു. 475 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിന്റെ 50 മാർക്കിന്റെ അടുത്ത് ആ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത് തോന്നുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജിതു മിസ് നല്ലോണം പറഞ്ഞു, റിപ്പീറ്റ് ചെയ്താൽ ഉടനടി കിട്ടണമെന്നില്ല, പക്ഷെ എന്നാലും ഒന്നും കൂടി പുഷ് ചെയ്താൽ കിട്ടാന്നുള്ളൊരു ഇതുണ്ടാവല്ലോ, ഒരു സാന്ത്വനം. ആ ഒരു വാക്കോട് കൂടിയാണ് ഞാൻ പിന്നെ റിപ്പീറ്റിന് വന്നപ്പോൾ എന്തായാലും എങ്ങനെയായാലും നേടിയേ പറ്റുള്ളൂ. അതില് നല്ലോണം എഫേർട്ട് എടുത്തു. പിന്നെ ചോദിക്കാണ്, ഒരു റിപ്പീറ്റേഴ്സ് വേഴ്സസ് റീ റിപ്പീറ്റർ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവില് ചേഞ്ച് ആവുമോ ലൈഫിലോ, അല്ലെങ്കിൽ കാഴ്ചപ്പാടൊക്കെ മാറുന്നുണ്ട്. എന്താ അതിന്റെ ഒരു ഡിഫറൻസ്? റിപ്പീറ്റേഴ്സിന് കുറച്ച് റിയലൈസേഷൻ ടൈം കുറച്ച് എടുക്കും. ലൈക്ക് ഇതിന്റെ ഒരു പഠിക്കണ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഒരു മിഡിൽ ഒരു ആവറേജ് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സംഗതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ ടൈം എടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളിൽ വന്ന് പഠിച്ചു വരുമ്പോൾ ട്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ട്യൂഷനിലും വല്ലാണ്ട് അധ്വാനിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറേ പുതിയ ടോപ്പിക്സ് പഠിക്കാണ്ടിരുന്നു. ഇപ്പോൾ റിപ്പീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ട നല്ല ടൈം കിട്ടിയിരുന്നു. അതിന്റെ ബെനിഫിറ്റും ഉണ്ടായിരുന്നു. ചോദിക്കാണേ, ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു ആസ് എ റീ റിപ്പീറ്റർ എന്ന് പറയുന്ന സാധനം നീ എങ്ങനെ അതിനെ കാണുന്നത്? ഈ റീ റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണോ, അല്ലെങ്കിൽ എന്തായിരുന്നു നിന്റെ ഒരു തോട്ട്? എങ്ങനെയാണ്? എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു റീ റിപ്പീറ്റ് ചെയ്യാൻ. അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? എനിക്ക് 2 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ റിപ്പീറ്റേഴ്സിനോട് എന്ത് പറയും എന്നുള്ളതാണ്. അതായത് ആസ് എ റീ റിപ്പീറ്റർ ഇപ്പൊ ആദ്യമായിട്ട് +2 കഴിഞ്ഞ് കയറുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്താ പറയാ? ലൈക്ക് നിനക്ക് എന്തായിരുന്നു ലാക്കിംഗ് ആയിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ട് റീ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി, അതായത് റിയലൈസ് ചെയ്യാൻ ടൈം എടുത്തു. ഇത് നിന്റെ ഒരു സംഗതി എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ കീപ്പ് ചെയ്ത് പോയാൽ തന്നെ നമുക്കൊരു ഡയറക്ഷൻ കാണിച്ചു തരും. ഇവര് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതായാലും അവരൊരു ഇതിൽ കാണിച്ചു തരും. അതിലോട്ട് പോവുക. അതില് നമ്മൾ വെറുതെ ഓവർ സ്ട്രെസ് ചെയ്തുകൊണ്ടും വേറൊരു പുതിയ മെത്തേഡ് ഉണ്ടാക്കാനോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. കാരണം ഞാനത് ചെയ്തിരുന്നത്, അതിൽ കുറെ പാളിച്ചലും വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും നിൽക്കേണ്ടി വന്നു. ഇതേ ചോദ്യം ഞാൻ ഇപ്പൊ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊളായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ഈ വർഷം 2026 വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തു, പക്ഷെ വിചാരിച്ച പോലെ ഒന്നും എത്തിയില്ല. ഇപ്പൊ എനിക്ക് പറഞ്ഞ പോലെ 50 മാർക്കിന്റെ വ്യത്യാസത്തിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടാണെങ്കിൽ അന്ന് ജിതുമാന്നൊക്കെ പറഞ്ഞു തന്ന പോലെ നീ അവരോട് എന്താ പറഞ്ഞു കൊടുക്കുക? നീ റീ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയാണ് ഡൗട്ട് ഉണ്ടാവാം. റിപ്പീറ്റ് ചെയ്യണോന്ന് വെച്ചാൽ പേഴ്സണൽ ചോയ്സ് നല്ലോണം ഉണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്യാൻ വരുന്നവര് ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷെ അത് വന്ന് കുറച്ച് കഴിഞ്ഞാല് ഡൗൺ ആവുന്നവർ കുറേ ഉണ്ട്. പക്ഷെ പ്യൂർലി മോട്ടിവേഷൻ ആ ഒരു സംഗതിന്റെ ബേസ് ഇതില് ഒന്നും വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എനിക്കൊരു എയിം ഉണ്ടോ, ആ ഒരു സംഗതിക്ക് വേണ്ടി എന്ത് വന്നാലും ഒരു ഫ്ലക്ച്വേഷൻ വന്നാലും അവർ കീപ്പ് ചെയ്യും എന്നുള്ളൊരു മൈൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു മൈൻഡാണ് കൂടുതൽ പ്രധാനമായിട്ട്. സിംപ്ലി ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും വരാൻ നിൽക്കാറില്ല. ഇപ്പോൾ ലൈക്ക് ജസൂറിന്റെ ലൈഫിൽ തന്നെ റീ റിപ്പീറ്റേഴ്സിനെയൊക്കെ പലരെയും കണ്ടിട്ടുണ്ടാവും. മേ ബി ആദ്യം റിപ്പീറ്റ് ചെയ്ത കാലത്ത് റീ റിപ്പീറ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. നാസെ റീ റിപ്പീറ്റർ ഒക്കെ ആയിട്ട് അങ്ങനെ രണ്ടാമത്തെ പോലെ ഇരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളുണ്ടാവും. എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ട്രജക്ടറി? എങ്ങനെയാണ് ഇവരുടെ പാത്ത് ഡിഫറെന്റ് ആവുന്നുണ്ടാവാം? പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീ റിപ്പീറ്റേഴ്സ് ഉണ്ടാവില്ലേ? നീ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വന്നിട്ട് ഡൗൺ ആയി പോകുന്ന ആൾക്കാര്, കുറച്ച് ആവേശത്തിൽ പഠിക്കുന്ന ആൾക്കാര് ഒക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, നല്ലോണം കണ്ടിട്ടുണ്ട്. ഇത് പല കൂടെയുള്ള ആൾക്കാർ തന്നെ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള, ജസ്റ്റ് ഒരു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏകദേശം മിനിമം 13 മണിക്കൂർ ഇരിക്കലുണ്ട്. ആ ഒരു 13 മണിക്കൂർ ഇരിക്കാതെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ഇരുന്നാല് ഇത് നല്ലൊരു റാങ്ക് ഹോൾഡർ ആവാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളുണ്ട്. ടോപ്പിൽ തന്നെ എൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ചേക്കന്മാരുണ്ട്. പക്ഷെ അവരുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഇഷ്യൂ കാരണം മാത്രം ഡൗൺ ആയത് കുറെ ആൾക്കാരെ ഞാൻ കണ്ടാണ്. അത് മൈൻഡ് സെറ്റ് ആണ് ഇതിന്റെ മെയിൻ. ലൈക്ക് അങ്ങനെ ജസൂറിന്റെ ഒരു പെർസ്പെക്ടീവ് ചോദിക്കുകയാണ്, വാട്ട് മേക്സ് ദം റോങ്? എന്തുകൊണ്ട് അവർ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കാന്ന് വെച്ചാല് ബേസിക്കലി ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിഫൈൻഡ് ആയിട്ട് ചോദിക്കുകയാണ്, അവരിന്ന് ഡിഫറെന്റ് ആയിട്ട് ജസൂർ ഇങ്ങനെ അച്ചീവ് ചെയ്ത് വരാനുള്ള റീസൺ എന്താ?
അച്ചീവ് നീ എന്താണ് എക്സ്ട്രാ ചെയ്തിരുന്നത്? അത് കൺസിസ്റ്റൻസി. ആ ഒരു സംഗതി കൺസിസ്റ്റന്റ് കണ്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ കിട്ടും. അതേമാതിരി ഒരു ഇൻസ്ട്രക്ഷൻ തന്നാൽ അത് നമ്മൾ രണ്ടാമതൊരു റീത്തിങ്ക് ചെയ്യാതെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം റീത്തിങ്ക് ചെയ്താൽ നമ്മൾ വേറൊരു രീതിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അത് ചെയ്യാതെ നമ്മൾ എന്താണോ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് ആക്ഷൻ എടുക്കുക. ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് പ്രോസസ്. സോ അതിലേക്ക് തന്നെ കാര്യമായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ചോദിക്കണേ, എത്ര പെർസെൻറ്റേജ് ആണ് ട്രസ്റ്റിന്റെ ഒക്കെ ഒരു അളവ് വരുന്നുണ്ടാവുക? 75% എന്തായാലും വേണം. 75% എങ്കിലും എന്തായാലും ട്രസ്റ്റ്. മറ്റേത് ചില ആൾക്കാർ പറയും എന്റെ പഴയ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതായിരുന്നേ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറിയാൽ മതിയായിരുന്നേ. ഒരു മറ്റേ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ പാടിയെന്ന് പറഞ്ഞ ഒരു തോട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതിന് പകരം നിങ്ങൾ ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞു, അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്തായാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിക്കാണ് എന്ത് ചെയ്യാം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇങ്ങനെ ജസൂറിനടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡൗൺഫാൾസ് ബാക്കി കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും, പലതരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളൊക്കെ വരും. എങ്ങനെ ഓവർകം ചെയ്യാം? എങ്ങനെ ഓവർകം ചെയ്യുക വെച്ചാൽ അത് ടാസ്ക്കാണ്. എനിക്കും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു സാധനമാണ്. കാരണം നിരന്തരം ഡൗൺഫോളാണ്. പ്രത്യേകിച്ച് ഈ റീനീറ്റിന്റെ ശേഷം ഞാൻ പൊങ്ങിയിട്ടില്ല. ആ ഒരു രീതിയിൽ എപ്പോഴും മാർക്ക് ലോ ആയിരുന്നു. മെന്റലി നമ്മൾ ട്രെയിൻഡ് ആയിട്ട് ഇരിക്കുമ്പോഴും പിന്നെന്താ ആ ഒരു മാർക്ക് സ്കോർ നോക്കാതെ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഒരു വർക്ക് ഓറിയന്റഡ് ആയിക്കാണ് നമ്മൾ ചെയ്യലാണ്. എന്ത് ചെയ്താലും ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. ആ ഒരു ഷെഡ്യൂൾ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ പോകും. അതിൽ മാർക്ക് ഡൗൺ ആയാൽ കുറച്ച് വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമം നമ്മൾ ബ്രേക്ക് ടൈമിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടോ സമാധാനത്തിൽ തീർക്കും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യും, സ്റ്റഡി ടൈമിൽ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കും. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിരുന്നത്. പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സാധനം. കണ്ടിന്യൂസ്ലി പണിയെടുത്തോണ്ടിരിക്കുക. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഫിസിക്കലി ആ പണി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഫിസിക്കലി പണി ചെയ്യുക. മെന്റലി നിങ്ങൾ പ്രസന്റ് ആവണമെന്ന് ഞാൻ യാതൊരു ഇതും പറയുന്നില്ല. കാരണം ഞാൻ മെന്റലി ഈ ഒരു റീനീറ്റിന്റെ ഒരു ടൈമിൽ പ്രസന്റ് അല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് കൂടെ നമ്മൾ ഫിസിക്കലി നിൽക്കാതെ പണിയെടുക്കും. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും, അത് നിരന്തരം ചെയ്തുകൊണ്ടേ നിൽക്കും. അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ചോദിക്കണേ, നിന്നെ ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ 12th ഫിസിക്സ് പഠിപ്പിച്ച സാറ് മുതൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലുള്ള സാറ് മുതലുള്ള ആൾക്കാരൊക്കെ കുറെ പേരൊക്കെ ഉണ്ട് അടുത്തിലൊക്കെ. ഇവരെല്ലാവരും പറഞ്ഞ അഡ്വൈസിലുള്ള ഒരു കോമൺ സാധനം അറിയാൻ വേണ്ടി പറ്റണല്ലോ. എല്ലാവരും കോമൺ സാധനം തന്നെ കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻസും അതേമാതിരി സംഗതിയിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഗതിയൊക്കെ ഒരു ഞാൻ വില കൽപ്പിച്ചുകൊണ്ടാണ് കുറച്ചൊക്കെ അച്ചീവ്മെന്റ് ചെയ്തത്. കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സാധനങ്ങൾ ഉണ്ടാവുക. ശരി, ഞാനിങ്ങനെ ചോദിക്കാണ്, ഈ ഒരു ജേർണിയിൽ വീട്ടുകാരുടെ പങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ജസൂറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിടാൻ വേണ്ടിയിട്ടൊക്കെ ഫാദറും ബാക്കി ആൾക്കാരൊക്കെ വരുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ശരിക്കും അവരെത്രത്തോളം ഇതിനകത്ത്? അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ജേർണിയിൽ ഞാനൊരിക്കലും ഒറ്റക്ക് നേടിയെടുത്തതെന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. ഡോക്ടറുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, ഡോക്ടർ അനസാറ്. മൂപ്പര് എനിക്ക് പേഴ്സണലി കൗൺസിലിങ്ങും സംഗതികളൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു ഡൗൺഫാളിലെ ടൈമിലാകുമ്പോൾ നമ്മളെ എത്രത്തോളം മെന്റലി അതിലേക്ക് ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുമ്പോഴും ഒരു സബ് കോൺഷ്യസ്ലി നമ്മൾ അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു സംഗതിക്ക് ഡിപ്രഷനിലോട്ട് എന്തൊക്കെ നീങ്ങുമ്പോൾ മൂപ്പര് പേഴ്സണലി വന്ന് മീറ്റ് ചെയ്യും, എന്നിട്ട് ഓരോന്ന് അഡ്വൈസ് തരും. അതേമാതിരി ഇവിടുത്തെ നിയാസ്ക കുറെ ആൾക്കാർ നമുക്ക് അഡ്വൈസ് ചെയ്യാനും നമ്മൾ ഒരു പ്രസൻസ് നമുക്കൊരു വേറൊരു സംഗതി തന്നെയാണ്. പഠിക്കാനോ അതേമാതിരി ആ ഒരു മോട്ടിവേഷനും സംഗതിയൊക്കെ തരാൻ ഈ ഒരു ഇവരെ പ്രസൻസ് തന്നെ മതി. അതന്നെ ധാരാളം. സപ്പോർട്ട് സിസ്റ്റം അടിപൊളിയാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് അത് എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഫാമിലി അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. കൂടെ നിൽക്കാനുള്ള ആൾക്കാരും സറൗണ്ടിങ്ങും ഇവിടെ വന്നാലും സറൗണ്ടിങ്ങും സെറ്റപ്പ് മനസ്സിലായി. ഇപ്പൊ കൂടെ പഠിക്കുന്നവരും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞാല് പറയൊന്നും വേണ്ട, അവരെന്നെ ഇങ്ങോട്ട് വന്നാലും എന്ത് ചെയ്യും, സൂറേ ഇങ്ങനെ നിന്നോ, വെറുതെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പറയും. പിന്നെ അതേപോലെ എൻ്റെ ഒപ്പം പഠിച്ച അസീല് ടോപ്പറാണ്, അവൻ്റെ ഉമ്മ മെഹനാസ് ആൻറ്റി പറയും. അവര് പേഴ്സണലി ഇടയ്ക്ക് വിളിച്ചാണ്ട് എൻ്റെ കാര്യങ്ങളും നോക്കും. എൻ്റെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. അത് കുറെ നല്ല നല്ല മുഖങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒരു രക്ഷപ്പെട്ടിങ്ങനെ രൂപത്തിലേക്കുള്ള സാധനത്തിലേക്ക്. ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡൗൺ മൊമെന്റ് പറയാൻ വേണ്ടി പറ്റും? ഡൗൺ മൊമെന്റ്
അങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ വയ്യാണ്ടായി അല്ലെങ്കിൽ പറ്റണില്ല എന്നൊക്കെ തോന്നുന്ന ഒരു ഡിസംബർ ടൈമിൽ നമ്മൾ ഈ റിവിഷൻ ഫേസ് തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു 720 ഉണ്ടായിരുന്നു. അതിൽ സ്കോർ എത്ര 480 490 ആയ ടൈമിൽ, അതായത് ഡോപ്പിയിൽ സെക്കൻഡ് റാങ്ക് ആയിട്ട് വന്ന് ഒരു പീക്ക്നെസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് പെർഫോമൻസിൽ ഏരിയ. ആ ഒരു പീക്കിൽ നിന്ന് പെട്ടെന്ന് ഡൗൺ ആയപ്പോൾ മെന്റലി ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞാക്കി ഈ എൻ്റെ കസിൻ വന്നുകൊണ്ട് കൗൺസിലിങ്ങിനും വന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഡൗൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഡൗൺ ആയി പോകാനുള്ള കാരണം എന്തായിരിക്കുന്നു? പിടിയിട്ടുണ്ടോ? പിടി കിട്ടിയത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചപ്പോൾ മനസ്സിലായി. കാരണം ഈ ഒരു പീക്ക്നെസ് വന്നല്ലോ, അതിൽ കുറച്ചൊന്ന് എൻജോയ് ചെയ്ത് അപ്പോൾ സെക്കൻഡ് റാങ്ക് വന്നു. നല്ലൊരു ഇതിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ആ ഒരു പുഷ് വന്നില്ല, അതിൻ്റെതാകാം എന്നുള്ളതാണ് ഇപ്പൊ ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതിന് സന്തോഷം വന്നപ്പോഴാണ് താഴേക്ക് പോയത്. ഞാൻ പേഴ്സണലി ചോദിക്കാണ്, നല്ല മാർക്ക് കിട്ടുന്നതാണോ മോശം മാർക്ക് കിട്ടുന്നതാണോ ഇപ്പൊ നല്ലത്? മോശം മാർക്ക് കിട്ടുന്നതല്ലേ, പുഷ് ചെയ്യാൻ നല്ല ബെനിഫിറ്റ് ആണ്. ഒരു മാർക്ക് ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ എന്താ പറയാ? ഞാൻ പറയണെന്നുണ്ടെങ്കിൽ മാർക്ക് നോക്കരുത്, ലൈക്ക് എക്സാം അസസ് ചെയ്യാം, എക്സാം അനാലിസിസ് പക്കായിട്ട് കൊണ്ടുപോവുക, മാർക്ക് നോക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. മാർക്ക് നോക്കണം, പക്ഷെ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. ആ ഒരു സംഭവം എനിക്കുണ്ടായത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഡൗൺഫോൾ വന്നതെന്ന് പറയാം. പിന്നെന്താ, ഈ മാർക്ക് കുറഞ്ഞു പോയാലും അടുത്തതിന് മെച്ചപ്പെടുത്തും എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. ഒരു എല്ലാത്തിനും ശരിയാകും എന്നുള്ളൊരു ഹോപ്പിൽ മുന്നോട്ട് പോകുക, എന്നെ ജേണി കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക്. ഇനിയിപ്പോ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എന്നാലും ചെറിയൊരു കോളേജ് ലൈഫും സംഗതികളൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല. മെഡിക്കൽ കോളേജാണ്, പഠിക്കാൻ കുറെ ഉണ്ടാവും എന്നുള്ളൊരു സംഭവം ഒരു പേടിയുണ്ട്. എന്നാലും ചെറിയൊരു കോളേജ് ലൈഫ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ട്. ലൈഫ് വിൽ ബി ഇങ്ങനെ ഈസി ഓർ അപ്സ് ആൻഡ് ഡൗൺസ്. ഡൗൺസ് കൂടുതലുണ്ടാവും, അപ്സ് വളരെ റെയർ ആകണം, എന്നാലേ അതിന്റെ ഒരു അപ്സിന്റെ വാല്യൂ അറിയുള്ളൂ. നമുക്ക് എല്ലാത്തിന്റെ ഒരു വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡൗൺ വേണം എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പൊ റീനീറ്റ് വന്നപ്പോ ആ ടൈമിലാണ് ഇപ്പോ ഒരു സറൗണ്ടിങ് സിസ്റ്റത്തിന്റെ സംഗതി ഏറ്റവും എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് വാല്യൂ മനസ്സിലായി. ഇപ്പൊ ഡൗൺ എന്തായാലും വേണം, എന്നാലേ രസമുള്ളൂ. ഡൗൺ വന്നിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രൂപത്തിലേക്ക് ഉണ്ടാവാം. ലൈക്ക് ഇനിയിപ്പോ ഇങ്ങനെ എന്താ പറയാ, ആകസ്മികമായിട്ടായിരിക്കും മേ ബി നീറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. മെഡിസിൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പാത്ത് ഫോർവേഡ് എന്താ കാണുന്നുണ്ടാവുക? വലിയ രീതിക്ക് പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു ചെറിയ രീതിക്ക് എന്തെങ്കിലും PG ചെയ്ത് കയറണം എന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലും ബാക്കി സാധനത്തിലേക്കാണ് നിൽക്കുന്നുണ്ടാവുക. റിസൾട്ട് വരാനൊക്കെ ആയിട്ട് കാത്തിരിക്കാനുള്ള. ശരിക്കും ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ഒരു ഈ ഫ്യൂച്ചർ ആയിട്ടുള്ള ആസ്പിരൻസിനോട് റിപ്പീറ്റ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2-3 വാക്കുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കുക? എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയാം. എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി തരും. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിലും അതിനൊരു സിസ്റ്റം ഉണ്ടാവും. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. ആ ഒരു സംഗതിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ, ഒരു ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സ്പേസിലെ ആൾക്കാരും നമ്മൾ കൂടുതൽ ആൾക്കാരും, പക്ഷേ അതിന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. അത് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഹൈ ആണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് എന്തായാലും മിനിമം ലെവൽ എന്തായാലും കീപ്പ് ചെയ്യണം. ചിലപ്പം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, പക്ഷെ ആ ഒരു മിനിമം ലെവൽ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ. എത്ര ഡൗൺ ആയാലും എത്ര അപ്പ് ആയാലും പണിയെടുത്തോണ്ടിരിക്കുക എന്നുള്ളത്, കൺസിസ്റ്റൻസി ഒരു ഭയങ്കര മെയിൻ ഫാക്ടറാണ്. വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എസ്പെഷ്യലി ഈ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് വെച്ചാൽ നമ്മളിങ്ങനെ അച്ചീവ് ചെയ്തു, കുഴപ്പമില്ല, നല്ല റാങ്ക് കിട്ടത്തൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ പറയണം എന്ന് വിചാരിച്ചു വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല. എനിക്ക് റീനീറ്റിന്റെ ടൈമിൽ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ സഹായിച്ച കുറെ കോർഡിനേറ്റേഴ്സ് തന്നെ ഉണ്ട്, അവരോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. കോർഡിനേറ്റേഴ്സ്, വാർഡൻസ്, പിന്നെ പേരൻസ് ഒക്കെ നമ്മളെ കൂടെ സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം എനിക്കെന്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിളിച്ചു പറയും. ഞാൻ അങ്ങനെ പൊതുവെ പറയാത്ത ആളാണ്. അപ്പോൾ ഈ ഒരു റീനീറ്റിന്റെ ടൈമിൽ അത് ഭയങ്കരമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോയി. പിന്നെ അവരും സ്ട്രെസ്സിലായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് പേരൻസിന് എന്തായാലും അവരുടെ മക്കളിങ്ങനെ ഈ ഇടങ്ങാറാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് അവരുടെ ഒരു ത്രോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരോടൊക്കെ ഉള്ളൊരു നന്ദിയാണ്, വേറെ ഒന്നുമില്ല. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡിലാണ്. സന്തോഷമായിട്ട് പോട്ടെ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ ഒക്കെ കൂടെ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഒക്കെ അടിപൊളിയായിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ഇനി പഠിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒരു നല്ലൊരു മോഡലായിട്ട് വെക്കാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ നമുക്ക് നിർത്താന്നുള്ളത് കാണാം. താങ്ക് യു.